ഈഗോ ക്ലാഷുകളാണ് മെയിനായിട്ട് വരുന്നത്. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്ന് പറഞ്ഞ പോലെ ഭാര്യ പറയും ഞാനാണ് ശരി, അത് പറയും ഞാനാണ് ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്. ഇതിനിടയിൽ കിടന്ന് പെടുന്നത് കുഞ്ഞുങ്ങളാണ്. പലരും ചോദിക്കാറുണ്ട് ടീച്ചർ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ, ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ്, എനിക്ക് ആ ഒരു ബന്ധത്തിൽ എനിക്ക് തുടർന്ന് പോകാൻ പറ്റുള്ളൂ. ചില സ്ത്രീകൾ മക്കളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റുള്ളവരോടൊപ്പം പോകുന്നുണ്ട്. വീണയ്ക്ക് തോന്നുന്നുണ്ട് അവർ പോയി സന്തോഷകരമായ ഒരു ജീവിതം അവർക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. എങ്ങനെ നല്ലൊരു പേരന്റ് ആകാം? അതിനെക്കുറിച്ച് പല പേരൻസിനും അറിയത്തില്ല. ചിലരങ്ങ് ചാക്കോമാഷ് കളി. ഒരു അഫെയർ ഉണ്ടെന്ന് അവർ വന്ന് പറയാം, നിന്നെ സ്കൂളിൽ വിടുന്ന ഇതിനാണോ, അടുത്ത പ്രശ്നം അടി ബഹളം. ആ ഒരു പ്രായത്തിൽ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നി, ഇറ്റ്സ് നോർമൽ. മറ്റുള്ളവരോടുള്ള ദേഷ്യം ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, ചിലപ്പോൾ ഒരു ജീവിതകാലം മൊത്തം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. ഈ ദേഷ്യം ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ നശിക്കുന്നത് അവരുടെ ജീവിതമല്ല, നമ്മുടെ ജീവിതമാണ്. നമ്മളൊന്ന് ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, പുറത്തു കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും നമുക്ക് ശക്തമാക്കാം.